ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ PowerPoint ഉപയോഗിച്ചുകൊണ്ട് വിവിധതരം പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ 3D മോഡൽസ് എങ്ങനെ നമ്മുടെ പ്രസൻറ്റേഷനിൽ ഉപയോഗിക്കാമെന്നും അവയെ എങ്ങനെ ആനിമേറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ആദ്യമായി PowerPoint ഓപ്പൺ ചെയ്ത് ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യാം. ലേഔട്ട് ബ്ലാങ്ക് സെലക്ട് ചെയ്യുന്നു. ആവശ്യമായ 3D മോഡൽ ആഡ് ചെയ്യുന്നതിനായി ഇൻസേർട്ട് ടാബിൽ നിന്നും 3D മോഡൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന 3D മോഡലിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ PowerPointൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3D മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ PowerPointൽ അവൈലബിൾ ആയിട്ടുള്ള 3D മോഡൽസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായി സ്റ്റോക്ക് 3D മോഡൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്കിപ്പോൾ ഈ വിൻഡോയിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഓൾ ആനിമേറ്റഡ് മോഡൽസ്, ആനിമേറ്റഡ് ആനിമൽസ് ഉണ്ട്, ആനിമേറ്റഡ് ഫോർ എഡ്യൂക്കേഷൻ. ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾ ആനിമേറ്റഡ് മോഡൽസ് സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഈ മോഡൽ തൽക്കാലം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ സെലക്ട് ചെയ്ത മോഡൽ വിൻഡോയിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മോഡൽ ഇതിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് വലുതാക്കി കൊടുക്കുകയാണ്. നമുക്ക് ഈ മോഡലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 3D മോഡൽ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓരോ ക്യാമറ ആംഗിൾസ്. ഇപ്പോൾ ആദ്യത്തെ വ്യൂവിലാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി. മൂന്നാമത്തത് വേറെ രീതിയിൽ. അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എല്ലാ തരത്തിലുള്ള വ്യൂസും ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യത്തെ ഡിഫോൾട്ട് വ്യൂ തന്നെ സെലക്ട് ചെയ്യുന്നത് കേൾക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ ഈ സീൻ അല്ല വേണ്ടത്, വേറൊരു സീനാണ് വേണ്ടതെങ്കിൽ ഇവിടെ സീൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 ഓപ്ഷൻസ് ഉണ്ട്. നണ്ണാണെങ്കിൽ ഇതിനൊരു മൂവ്മെന്റ്സും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ സീൻ 1 എന്ന് സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഈ ഒരു ആനിമേഷൻ കാണാം. സീൻ 2 ആണെങ്കിൽ മറ്റൊരു ആനിമേഷൻ. അതുപോലെ തന്നെ സീൻ 3യിൽ വേറൊരു ആനിമേഷൻ ആണ് കാണുന്നത്. അങ്ങനെ ഇതിൽ 5 ആനിമേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ആനിമേഷനും നമ്മൾക്ക് ക്യാമറ ആംഗിൾസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യത്തെ സ്ലൈഡിനായി ഡിഫോൾട്ട് വ്യൂ സീൻ 1ഉം സെലക്ട് ചെയ്യുന്നു. അതിനുമുമ്പായി എനിക്ക് ഈ സ്ലൈഡിന് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനായി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ സെലക്ട് ചെയ്യാനായി ഫ്രം ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് നൽകുന്നു. സോ എനിക്കിപ്പോൾ ഒരു ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെ ഈ ഇമേജിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നൽകുകയാണ്. ഇനി ഒരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യാനായി ഞാൻ ഇവിടെ ഈ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അല്ല എങ്കിൽ Ctrl+D എന്ന ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. സോ അതിനായി ഞാൻ ഈ സ്ലൈഡ് സെലക്ട് ചെയ്ത് Ctrl+D എന്ന ഓപ്ഷൻ
സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്തൊരു സ്ലൈഡ് കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്, പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ ഇതിൻ്റെ ക്യാമറ ആംഗിൾ ഒന്ന് മാറ്റി നൽകുകയാണ്. ഈ ആംഗിൾ നൽകി അതിനോടൊപ്പം സീനും മാറ്റി നൽകും. ഇനി മറ്റൊരു ഓപ്ഷൻ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സർക്കിൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യൂവിൽ വെക്കാവുന്നതാണ്. ഞാൻ ഇതിന് ജസ്റ്റ് മോഡലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. വീണ്ടും ഒന്നുകൂടി അല്പം റൊട്ടേറ്റ് ചെയ്ത് നൽകുന്നു. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ സ്ലൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്ലൈഡിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ നൽകുന്നു. എനിക്കിപ്പോൾ ഇവിടെ ന്യൂ സ്ലൈഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ന്യൂ സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അതിനായിട്ടാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ സ്ലൈഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ മറ്റൊരു ക്യാമറ ആംഗിളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം സീൻസ് ഒന്ന് മാറ്റി നൽകുന്നു. ഒരല്പം ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു വ്യൂവിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്ലൈഡും സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ സ്ലൈഡിനും മോർഫ് ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്യാം. അതിനായി എല്ലാ സ്ലൈഡും സെലക്ട് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് ഓരോ സ്ലൈഡായി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലൈഡ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അവസാനത്തെ സ്ലൈഡും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡും സെലക്ട് ആവുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ എല്ലാ സ്ലൈഡും സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ട്രാൻസിഷൻസ് എന്ന ടാബിൽ പോയി മോർഫ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മോർഫ് ട്രാൻസിഷൻ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈഡ് ഷോ ഇട്ട് എങ്ങനെയാണ് നമ്മളുടെ സ്ലൈഡ് ഫൈനൽ ലുക്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ്ലൈഡ് ഷോ സെലക്ട് ചെയ്യുന്നതിനായി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലൈഡ് ഷോ എന്ന ടാബ് ഉണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്. ഇപ്പോൾ നമ്മൾ ഒരു രണ്ടാമത്തെ സ്ലൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യത്തെ സ്ലൈഡ് തൽക്കാലം കാണേണ്ട, രണ്ടാമത്തെ സ്ലൈഡ് മുതലാണ് വേണ്ടതെങ്കിൽ നമുക്ക് കറണ്ട് സ്ലൈഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതലാണ് കാണേണ്ടതെങ്കിൽ ഫ്രം ബിഗിനിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറണ്ട് സ്ലൈഡിൽ നിന്ന് സ്ലൈഡ് ഷോ ആരംഭിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ആവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ നമുക്ക് കാണാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 3D മോഡൽസ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സ്ലൈഡ് ഷോ ഇത്രയുമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ആഡ് ചെയ്യണം നോക്കുക. അതിനായി ഇവിടെ ഹോം എന്ന ടാബിൽ പോയി ഇവിടെ ടെക്സ്റ്റ് ബോക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ടും ആയിട്ടുള്ള സൈസും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ ആണെങ്കിൽ സൈസ് ഡിക്രീസ് ആവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ
ലെറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനായിട്ടാണെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഒരുപാട് കളറുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് വേറെ കളേഴ്സാണ് ആവശ്യമെങ്കിൽ ഇവിടെ മോർ കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഈ ഇമേജിലുള്ള ഏതെങ്കിലും ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെയുള്ള ഈ ഐ ഡ്രോപ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കർസർ എവിടെയാണോ കൊണ്ടുവന്നത് ആ കളർ ഇതിലേക്ക് സെലക്ട് ആവുന്നതാണ്. ഇപ്പോൾ ഈ കളറാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ കളറിലേക്ക് ഈ ടെക്സ്റ്റുകൾ മാറുന്നതാണ്. വിസിബിൾ ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ നോക്കാം. അതിനായി ടെക്സ്റ്റ് മൊത്തം സെലക്ട് ചെയ്ത് ഫോണ്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. കളർ ചേഞ്ച് ചെയ്യുന്നു. ഇനി നമ്മൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഇതിൽ മോർഫ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ സ്ലൈഡിലാണ്. ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് രണ്ടാമത്തെ സ്ലൈഡിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെക്കുന്നു. മൂവ് ചെയ്ത് നോക്കുകയാണ്. ഇനി നമുക്കിവിടെ സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കാണാം. ഇപ്പോൾ രണ്ടാമത്തെ സ്ലൈഡിലാണ് ഞാനുള്ളത്. മൂന്നാമത്തെ സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ യാതൊരുവിധ ആനിമേഷനും ആഡ് ചെയ്യാതെ തന്നെ ടെക്സ്റ്റ് ഈ മോഡ് ട്രാൻസിഷൻ വഴി തന്നെ ഒരു ആനിമേഷൻ ഓട്ടോമാറ്റിക്കായി അപ്ലൈ ചെയ്യുന്നതായിട്ട്. സോ അതിനായി ചെയ്യേണ്ടത്, ഏത് സ്ലൈഡിലാണോ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് വേണ്ടത് ആ സ്ലൈഡിൽ നമ്മൾ കാണുന്ന വിൻഡോയിൽ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനെ കോപ്പി ചെയ്ത് അതിന് തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ കാണുന്ന വിൻഡോയ്ക്ക് പുറത്തേക്ക് അതിനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ടെക്സ്റ്റ് മാത്രമല്ല, നമുക്കൊരു പിക്ചർ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. സോ അത്രയുമായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.